ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ അതിൻ്റെ സാമ്പത്തിക ചെലവുകൾ എന്തൊക്കെയാണ്? അത് നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കും? നേരിട്ടുള്ള സൈനിക ചെലവുകളുടെ മാത്രം കണക്കെടുത്താൽ കരസേനയ്ക്ക് വേണ്ടി മാത്രം 1460 കോടി മുതൽ യുദ്ധത്തിൻ്റെ തീവ്രതയനുസരിച്ച് 5000 കോടി രൂപ വരെ ഒരു ദിവസം ചെലവഴിക്കേണ്ടി വരും. ഇനി വ്യോമാക്രമണങ്ങളുടെ കാര്യമെടുത്താൽ 1999 കാർഗിൽ യുദ്ധത്തിൽ 300 മുതൽ 350 വരെ വ്യോമാക്രമണങ്ങൾക്ക് ഏകദേശം 2000 കോടി രൂപ ചെലവായെങ്കിൽ ഇന്ന് 8000-നും 10,000-നും ഇടയ്ക്ക് കോടി രൂപ ചെലവ് വരും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് 62 ലക്ഷം കോടി രൂപ ചെലവായേക്കാം. മറ്റു മേഖലകളെ പരിഗണിച്ചാൽ ഷെയർ മാർക്കറ്റിൽ മാത്രം $11 ബില്യൺ ഇടിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ GDP $2.7 ട്രില്യൺ ആണ്. 7.2% പ്രതിവർഷ വളർച്ച പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് നിന്നും അത് 6.6% താഴ്ന്നേക്കാം. കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവയുടെ നാശത്തിൻ്റെ കണക്ക് കൂടി എടുത്താൽ നഷ്ടങ്ങൾ പിന്നെയും വർദ്ധിക്കും. രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായേക്കാം. അതിപ്പോഴുള്ളതിൽ നിന്നും ഇടിഞ്ഞ് 100 രൂപയ്ക്ക് $1 എന്ന കണക്കിലേക്ക് ആകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ കറൻസിയായ മാർക്കിൻ്റെ മൂല്യമിടിഞ്ഞ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു രാജ്യമുണ്ട്, ചൈന. ചൈനയുടെ സാമ്പത്തിക നിലവാരം കോവിഡിന് ശേഷം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപിൻ്റെ താരിഫോട് കൂടി പല ആഗോള കമ്പനികളും അവരുടെ ഉൽപാദനശാലകൾ ഇന്ത്യയിലേക്ക് മാറ്റുവാനായി ശ്രമിക്കുമ്പോൾ അതിന് തടയിടേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. പാകിസ്ഥാൻ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അതിഭീകരമായിരിക്കും. ബജറ്റിൻ്റെ 26% ഇപ്പോൾ പ്രതിരോധത്തിന് മുടക്കുന്ന പാകിസ്ഥാൻ അത് വൻതോതിൽ വർദ്ധിപ്പിക്കേണ്ടി വരും. GDP വളർച്ച കേവലം 3.1% കുറയും. ഫോറിൻ റിസർവ് ഏതാണ്ട് ഇല്ലാത്ത അവസ്ഥയാകും. IMF, UAE, സൗദി എന്നിവർ നൽകുന്ന കടം തിരിച്ചടവ് പൂർണ്ണമായും മുടങ്ങും. നിലവിൽ 281 രൂപ ഒരു $1 ചെലവഴിക്കേണ്ടി വരുമെങ്കിൽ ഈ വ്യതിയാനം വൻതോതിൽ വർദ്ധിച്ച് പാകിസ്ഥാനി രൂപയുടെ മൂല്യം ഏറ്റവും കുറഞ്ഞു ആ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാവും. അതെ, യുദ്ധം എപ്പോഴും എന്നും ചെലവേറിയതാണ്.